ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ഒരു പാൻറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും മെറ്റീരിയൽ കിട്ടുക. അതിൻ്റെ ഏത് വശങ്ങൾ തമ്മിലാണ് നമ്മൾ ഫസ്റ്റ് യോജിപ്പിച്ചെടുക്കുകയെന്ന് കരുതിയാൽ ആ രണ്ട് സൈഡ് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ വീഡിയോ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു രണ്ട് സൈഡൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ പാൻറ്റ് കിട്ടുക. അപ്പോൾ ആ രണ്ട് സൈഡ് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അപ്പർ പോർഷൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ എലാസ്റ്റിക്കിന് ഇരിക്കാനുള്ള ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. പല സൈസിലുള്ള എലാസ്റ്റിക് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ കയ്യിലുള്ള എലാസ്റ്റിക്കിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കതിലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എലാസ്റ്റിക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എലാസ്റ്റിക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും എലാസ്റ്റിക്കിൽ ആ ഒരു സ്റ്റിച്ച് വീഴാതെ വേണം നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ എലാസ്റ്റിക്കിൻ്റെ പുറത്തു കൂടെ നമ്മളൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. കാരണം എലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റിച്ചും കൂടെ അതിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ ഇരുന്നോളും. ഇനി പാൻറ്റിൻ്റെ താഴ്വശം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം ഈ ഒരു രീതിയിൽ മടക്കി അടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എപ്പോഴും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ വ്യത്യാസം വരും. എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഇടുമ്പോഴത്തേക്കും നമുക്ക് വരും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് മൊത്തത്തിൽ നമ്മളതൊന്ന് പിടിച്ച് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ അളവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ.